കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പൊന്നാനി യൂണിറ്റ് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും പൊന്നാനി നഗരസഭ ആരോഗ്യ വിഭാഗവും സംയുക്തമായി ഭക്ഷണ വിതരണ മേഖലയിലെ ലൈസൻസ് തൊഴിലാളികളുടെയും ഉടമകളുടെയും ഇൻഷുറൻസ്, ഹെൽത്ത് കാർഡ്, വാട്ടർ ടെസ്റ്റ്, മെഡിക്കൽ എന്നിവയെക്കുറിച്ചാണ് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ദിലീപ് കുമാർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. നമ്മുടെ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിഥികളാണ്. അവർക്ക് യാതൊരു കാരണവശാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഒരു അപകടം വരരുത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് ആർക്കും ഒരു അപകടത്തെയും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കാരണമാണെന്ന് ചൂണ്ടിക്കാണാൻ കഴിയില്ല. പക്ഷേ വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാന അസുഖങ്ങൾക്കൊക്കെയും കാരണം ഭക്ഷണങ്ങൾ തന്നെയാണ്. അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റും, ഭക്ഷണങ്ങൾ തന്നെയാണ്. ഈ വിഷം എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? വിഷം എന്ന വാക്കിന്റെ അർത്ഥം, വിഷം എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. എന്താന്ന് വെച്ചാൽ ഏത് സാധനവും വിഷമല്ല. ഒരു സാധനവും വിഷമല്ല. ഒരു വസ്തു വിഷമാവുന്നത് അതിന്റെ അളവിൽ വരുന്ന മാറ്റമാണ്. ഏതൊരു വസ്തുവും വിഷമാവാം, അങ്ങനെ ആവാം. അപ്പൊ വിഷം എന്നൊരു വസ്തു ഇല്ലാതെ, വിഷം എന്ന് പറയുന്നത് ആ ഒരു വസ്തുവിന്റെ ഘടകങ്ങളിലുള്ള മാറ്റം അല്ലെങ്കിൽ അളവിലുള്ള വർധനവ്, കുറവ്, ഇതാണ് വിഷം. വെള്ളം പല സമയത്ത് വിഷമാവാറുണ്ട്. CH സമദ് ഇൻഷുറൻസ് ക്ലാസ് എടുത്തു. സുബൈർ അർഫ അധ്യക്ഷത വഹിച്ചു. PP അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. സുനിൽ, ഷൺമുഖൻ, സുരേഷ്, അഷ്റഫ്, അൽസാക്കി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് പൊന്നാനി. അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു. അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു. ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു. ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന്. അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്, നടുവട്ടം.